നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ഇത് മെയിൻസിന്റെ പെർസ്പെക്റ്റീവുള്ള ആർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 ഗവേണൻസിന്റെ പെർസ്പെക്റ്റീവിലായിരിക്കും ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ എക്സാമിന് വ്യൂ പോയിന്റ് പഠിക്കാനായിട്ട് പോകുന്നത്. രണ്ടാമത് എക്കണോമിയുടെ പോയിന്റ് ഓഫ് വ്യൂ വളരെ പ്രാധാന്യമുള്ള ആർട്ടിക്കിൾ തന്നെയാണ്. ഹൗസ് ഹോൾഡ് സേവിങ്സിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ നമുക്ക് ആ ഒരു ടോപ്പിക് ആസ് ചെറിയൊരു പോയിന്റ് ആണ്. എന്തുകൊണ്ട് ഹൗസ് ഹോൾഡ് സേവിങ്സ് ഇന്ത്യയിൽ ഇപ്പോൾ കുറയുന്നു എന്നുള്ളൊരു ആംഗിളിലാണ് ആ വാർത്ത ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു വാർത്തയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സാമിന് പഠിക്കാനുണ്ട്. ലൈക്ക് ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ എന്താണ് ഡെപ്റ്റ് എന്നുള്ള കാര്യം പഠിക്കണം. അതിനുശേഷം ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്താണ് നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലും മെയിൻസിന്റെ പെർസ്പെക്റ്റീവിലും നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനായിട്ടുണ്ട്. മൂന്നാമത്തെ ടോപ്പിക് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ജോഗ്രഫി ടു ആൻ എക്സ്റ്റെന്റ് ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. ചാർധം യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പോലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ഒരു പിൽഗ്രിമേജ് ആണ്. ബേസിക്കലി അത് ഒരു ഏപ്രിൽ മുതൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആരംഭിക്കുന്ന ഒരു യാത്രയാണ്. ബേസിക്കലി ആ ഒരു ചാർധം യാത്ര എന്ന് പറയുന്നത് അത് ടിൽ ഈ പറഞ്ഞ പോലെ നവംബർ വരെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ അതിന്റെ ഈ പറഞ്ഞ പോലെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്, മീൻസ് സുപ്രീം കോടതിയല്ല, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു ചാർധം യാത്ര നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത്. അത് ജോഗ്രഫിയുടെ പെർസ്പെക്റ്റീവിലും ആർട്ട് ആൻഡ് കൾച്ചറിന്റെ പെർസ്പെക്റ്റീവിലും നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരിക്കും നമ്മൾ പ്രിലിംസിന്റെ MCQ ആയിട്ട് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിവേ നമുക്ക് ടൈം കളയാണ്ട് ഇന്നത്തെ സെഷനിലേക്ക് സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ എഡിറ്റോറിയൽ പേജിൽ ആർട്ടിക്കിളാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനപ്പെട്ടായിട്ട് ഒരു പോയിന്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് കോടതിയുടെ ഈ പറഞ്ഞ പോലെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കേസാണ്. അതിന്റെ ഫൈനൽ വെർഡിക്റ്റ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെർഡിക്റ്റിൽ ഉപരിയായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. എസ്പെഷ്യലി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ് ഇപ്പം നമുക്ക് നിലവിലുള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. പക്ഷേ അതിലേക്ക് കടക്കാൻ മുമ്പ് ആദ്യം ഞാൻ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ, അല്ലെങ്കിൽ എന്താണ് ഈ ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട സുപ്രീം കോടതി കേസ് എന്താണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു കേസ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മൾ ഉപഭോക്തൃ കൺസ്യൂമർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഉപഭോക്താവിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി ഉപഭോക്താവിന്റെ പ്രൊട്ടക്ഷൻ, സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ആക്ടിനകത്ത് പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുമ്പോഴേക്കും ഗുഡ്സും സർവീസസിന്റെ ആംഗിളിനകത്ത് വരുന്നുണ്ട്. ഗുഡ്സും സർവീസസിന്റെ ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഡോക്ടേഴ്സ്, ആക്ച്വലി ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ സർവീസസിന്റെ ആംഗിളിലേക്ക് വരുന്നത് അല്ലേ. അവർ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് പേഷ്യൻസിനെ എന്താ പറയുക, ചികിത്സിക്കുക, അസുഖങ്ങൾ ഭേദമാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അത് സർവീസസിന്റെ ആംഗിളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ഗുഡ്സിന്റെയും വരുന്നുണ്ട്, ഇതും കൂടെ വരുന്നുണ്ട്, സർവീസസും കൂടെ വരുന്നുണ്ട്. സോ ഇവിടെ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു വെർഡിക്റ്റ് ഉണ്ടായിരുന്നു. 1995 വന്ന ഒരു വെർഡിക്റ്റ് ആണ്. ആ ഒരു വെർഡിക്റ്റിനകത്ത് സുപ്രീം കോടതി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് ആരും കൂടെ ഉൾപ്പെടും, പ്രൊഫഷണൽസും കൂടെ ഉൾപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രൊഫഷണൽ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഡോക്ടേഴ്സും എല്ലാവരും അതിന്റെ അകത്ത് കയറി വരുന്നതാണ്. കാരണം ആ ഒരു വെർഡിക്റ്റിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോഴേക്കും അവർ പറഞ്ഞ പോലെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മീൻസ് അവരുടെ ഈ പറഞ്ഞ പോലെ മാനസികപരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ചിന്തിച്ചിട്ട് അവർ ഈ പറഞ്ഞ പോലെ തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. സോ മറ്റ് ഫിസിക്കൽ കണ്ടീഷനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈ പറഞ്ഞ മെന്റൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ മെന്റൽ ഡിസിഷൻസിന് അത്തരത്തിലുള്ള ജോലികളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ നമ്മളൊരു തെറ്റ് വരുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഫോൾട്ട് വരികയാണെങ്കിൽ, ഇറ്റ് ക്യാൻ ബി ഈ പറഞ്ഞ പോലെ കൺസിഡർഡ് ആസ് എ ഫോൾട്ട് ആസ് പെർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നുള്ള രീതിയിലേക്ക്. മീൻസ് അന്ന് 2019 ആക്ട് അല്ല, 1986 ആക്ട് ആണ് അതിനുണ്ടായിരുന്നത്. അപ്പോൾ ആ ആക്ടിനകത്ത് സുപ്രീം കോടതി ആ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊഫഷണൽസിന്റെ കാര്യം കൂടെ എവിടെ വരുന്നുണ്ട്, ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോ പ്രൊഫഷണൽസ് പറയുമ്പോഴേക്കും ഇൻക്ലൂഡിംഗ് ആരും കൂടെ അവിടെ സുപ്രീം കോടതി പറഞ്ഞു, ഡോക്ടേഴ്സും എന്നുള്ളൊരു പോയിന്റ് കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും ഒരു എക്സംഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലോയേഴ്സിന് ഈ പറഞ്ഞ പോലെ ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പ്രൊഫഷണൽസ് ആണെങ്കിൽ പോലും അതിന്റെ അകത്ത് ഒരു എക്സംഷൻ ബേസിക്കലി കോടതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് സമീപിച്ചിരിക്കുന്നു. ആ ഒരു പ്രൊഫഷണൽസ് എന്നുള്ള കാറ്റഗറിയിൽ ലോയേഴ്സിന് കൊടുത്തിരിക്കുന്ന എക്സംഷൻസ് തങ്ങൾക്കും കിട്ടണം, മീൻസ് ആ ഒരു ഡോക്ടേഴ്സ് വിഭാഗത്തിനും കിട്ടണം എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിന്റെ ബേസിക് പശ്ചാത്തലമായിട്ട് പോകുന്നു. അത് ഈ പറഞ്ഞ പോലെ അതിനെക്കുറിച്ചിട്ട് ഫർദർ ഡിസ്കസ് ചെയ്യാനായിട്ട് സുപ്രീം കോടതി ഈ പറഞ്ഞ പോലെ വിശദമായിട്ടുള്ള ഒരു ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വിധി കാര്യങ്ങൾ, മീൻസ് ഈ പറഞ്ഞ പോലെ അതിന്റെ വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിധിയും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് വരികയുള്ളൂ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പം നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ള ആ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുമ്പോഴും ഞാനിപ്പോൾ ഓൾറെഡി തന്നെ രണ്ട് ആക്ടിന് ആ പേരുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, ഓക്കെ, 1986, പിന്നെയാണ് നമ്മളിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് 2019. ശരിക്കും പറഞ്ഞാൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പേരന്റ് ആക്ട് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് 1986 ആക്ടും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിന്റെ കാര്യമാണ് 2019 എന്നുള്ള പേരിലേക്ക് വിളിക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മെയിൻലി നമ്മൾ പഠിക്കുന്ന 2019 ആക്ട് ആണ്, കാരണം അതാണ് നമുക്ക് മെയിൻലി വേണ്ടത്. ബട്ട് അതിന്റെ കുറച്ച് പ്രൊവിഷൻസ് പറയുമ്പോഴേക്കും അതിനകത്ത് വന്ന വ്യത്യാസങ്ങൾ, 86 നിന്നും ഇങ്ങോട്ടേക്ക് വന്ന വ്യത്യാസങ്ങൾ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ആദ്യം തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ബേസിക്കലി ആദ്യം അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്, ആരാണ് ഒരു കൺസ്യൂമർ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എ കൺസ്യൂമർ ഈസ് ഡിഫൈൻഡ്
ആസ് എ പേഴ്സൺ ഹു ബൈസ് എനി ഗുഡ്സ് ഓർ അവെയിൽസ് എ സർവീസ്. അപ്പം ഇതൊക്കെ വേണമെങ്കിൽ തെറ്റിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ആസ് പെർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഡെഫിനേഷൻ ഓഫ് എ കൺസ്യൂമർ ഇസ് ഗിവൺ ടു എനിവൺ ഹു ബൈസ് ഒൺലി ഗുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ഒൺലി ഗുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പോൾ ഗുഡ്സ് മാത്രമല്ല സർവീസസ് അവൈൽ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ഏതിന്റെ പേരിലേക്കാണ് പരിഗണിച്ചിരിക്കുന്നത്? ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്നുള്ള ആംഗിൾ തന്നെയാണ് പരിഗണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട്. എനി പേഴ്സൺ ഹു ബൈ എ ഗുഡ് ഓർ എ സർവീസ് ഫോർ ദ റീസെയിൽ. അതായത് അപ്പം കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉപഭോക്താവ് എന്ന് പറയുമ്പോഴേക്കും ആ സാധനങ്ങൾ വാങ്ങി നമ്മുടെ കൺസംഷന് വേണ്ടിയിട്ടായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം ഞാനൊരു കട നടത്തുകയാണെങ്കിൽ ആ കടയിലേക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അത് എൻ്റെ പേഴ്സണൽ കൺസംഷന് വേണ്ടിയിട്ടല്ല, അത് എനിക്ക് മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ഏതിന്റെ ആംഗിളിലേക്ക് കണക്കാക്കത്തില്ല? കൺസ്യൂമർ എന്നുള്ള ആംഗിളിലേക്ക് കണക്കാക്കത്തില്ല. അതാണ് ഇവിടെ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം. എ പേഴ്സൺ ഹു ബൈസ് എ ഗുഡ്സ് ഓർ എ സർവീസ് ഫോർ റീസെയിലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ ഏതായിട്ട് പരിഗണിക്കത്തില്ല? കൺസ്യൂമർ ആയിട്ട് പരിഗണിക്കത്തില്ല. ദെൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന ട്രാൻസാക്ഷൻസ് ഓഫ്ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓൺലൈൻ രീതി, ഈ ഓൺലൈൻ എന്നുള്ള കൺസെപ്റ്റ് അഥവാ ഇ കൊമേഴ്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് ബേസിക്കലി 1986 ആക്ടിനകത്ത് ഉണ്ടായിരുന്നില്ല. 1986 ആക്ടിനകത്ത് ഇ കൊമേഴ്സിന്റെ കാര്യങ്ങൾ പരാമർശിക്കുന്നില്ല. കാരണം അന്ന് ആ ഒരു ടൈം പീരിയൽ ഇ കൊമേഴ്സ് പോലുള്ള കാര്യങ്ങൾ അത്ര വളർന്നിട്ടൊന്നുമില്ല. എല്ലാവരും കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഒന്നെങ്കിൽ ഓഫ്ലൈൻ മോഡ്, മീൻസ് കടകളിൽ പോയിട്ട് നേരിട്ടൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. ഇന്നാണല്ലോ നമ്മുടെ പർച്ചേസിംഗിന്റെ രീതി തന്നെ ടോട്ടലി മാറിപ്പോയത്. അതുകൊണ്ടാണ് 2019 ആക്ട് വന്നപ്പോഴേക്കും ഇവിടെ ഏതും കൂടെ ആഡ് ചെയ്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻസിനെ കുറിച്ചും കൂടെ ചേർത്ത് കേടി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർക്കുക, എങ്ങനെയാണ് കൺസ്യൂമർ ഡിഫൈൻ ചെയ്യുന്നത് ഓർത്തിരിക്കണം. ദെൻ അടുത്ത് നമുക്ക് ആ ആക്ടിന്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. So Consumer Protection Act is a legislation in India that was enacted in 1980s. ഇതാണ് അതിന്റെ പേരന്റ് ആക്ട്. ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ അധികാരങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ആക്ട് എന്ന് പറയുവാണെങ്കിൽ. ആൻഡ് ദ ആക്ട് ബേസിക്കലി എയിംസ് ടു പ്രൊവൈഡ് കൺസ്യൂമേഴ്സ് വിത്ത് എഫക്റ്റീവ് ആൻഡ് സ്പീഡി റിഡ്രസൽ ഓഫ് ദെയർ കംപ്ലയിൻസ്. എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അതിന്റെ സ്പീഡായിട്ടുള്ള പരിഹാരങ്ങൾ, പെട്ടെന്ന് തന്നെ അതിന് പരിഹാരം കണ്ടെത്തുക. ഈ പറഞ്ഞ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഏതിന്റെ കീഴിലേക്ക് വരുന്നതാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലേക്ക് വരുന്നത് തന്നെയാണ്. ദെൻ മൾട്ടിപ്പിൾ ടൈംസ് ഇത് നമ്മൾ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലേറ്റസ്റ്റ് അമെൻമെന്റ് ആണ് 2020 എഫക്റ്റീവ് വന്ന 2019 ആക്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. സോ ഇനി ഇതിനകത്ത് നമ്മളൊന്ന് ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ പറഞ്ഞു. രണ്ടാമത് കൺസ്യൂമർ റൈറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. The definition of consumer right is the right to have information about about different aspects of goods or services such as quality, quantity, potency, purity, price and standards. അതായത് ഈ ഒരു ആക്ട് പ്രകാരം കൺസ്യൂമർ റൈറ്റ് എന്നതിനെ കുറിച്ച് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങുന്ന ഏതൊരു സാധനം ആയിക്കോട്ടെ അതിന്റെ ക്വാണ്ടിറ്റി കൃത്യമാണോ എന്ന് അറിയാൻ നമുക്ക് അവകാശമുണ്ട്. അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം അവകാശമുണ്ട്. പൊട്ടൻസി, പ്യൂരിറ്റി, പ്രൈസ്, സ്റ്റാൻഡേർഡ്സ് ഇതിനെക്കുറിച്ചെല്ലാം അറിയാനായിട്ടുള്ള അവകാശം ഏത് ആക്ടിലൂടെ കൺസ്യൂമർ റൈറ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറഞ്ഞിട്ടുണ്ട്. സോ ഇതുകൊണ്ടിട്ടാണ് നമുക്കിപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഏതെങ്കിലും സാധനത്തിന്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ പൊട്ടൻസിയിലോ പ്യൂരിറ്റിയിലോ പ്രൈസിലോ സ്റ്റാൻഡേർഡിലോ ഒക്കെ തന്നെ വ്യത്യാസം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള സ്റ്റാൻഡേർഡ് അതിനകത്ത് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ മാനുഫാക്ചറിനെ ചോദ്യം ചെയ്തുകൊണ്ടിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നതാണ്. കൺസ്യൂമർ കോടതികളിലുണ്ട്, കൺസ്യൂമർ കോർട്ടുകളിൽ നമുക്ക് കേസ് കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ കൺസ്യൂമേഴ്സിന്റെ എല്ലാ റൈറ്റുകളും ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ല. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം. ഈ ഒരു ആക്ടിനകത്ത് എവറി കൺസ്യൂമർ റൈറ്റ്സ് ഈസ് ബീങ് ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ചില റൈറ്റുകൾ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, ചില റൈറ്റുകൾ ഈ പറഞ്ഞ ഡിഫൈൻ ചെയ്യാതെ വിട്ടിട്ടുണ്ടെന്നുള്ളൊരു പോയിന്റ്. അതാണ് ഇതിനകത്ത് ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയുവാണെങ്കിൽ എല്ലാ തരത്തിലുള്ള കൺസ്യൂമർ റൈറ്റുകൾ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കാം. പിന്നെ ഈ ഒരു ആക്ട് പ്രകാരം നമ്മളിവിടെ ബാൻ ചെയ്തിരിക്കുന്ന ചില ഗുഡ്സും സർവീസസും ഉണ്ട്, സച്ച് ആസ് ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. മറ്റൊരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അപകടം ഉണ്ടാക്കുന്ന രീതിയിലേക്കുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹസാർഡസ് ആയിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ വിൽക്കാനോ മീൻസ് വിൽക്കാനോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ആക്ടിനകത്ത് പറ്റത്തില്ല. മാർക്കറ്റിംഗ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഈസ് ബീങ് പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് ഇതിനകത്ത് ബാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദെൻ അടുത്തതാണ്, ഇത് പ്രകാരം നമുക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് രൂപീകരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് രൂപീകരിക്കേണ്ട എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റിനോടാണ് എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സെൻട്രൽ കൗൺസിൽസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. ഇനി സ്റ്റേറ്റിലും ഇതിന് കൃത്യമായിട്ട് കൗൺസിൽസ് രൂപീകരിക്കണം. അതാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ സെൻട്രൽ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് സെൻട്രൽ ലെവലിലും ഉണ്ട്, സ്റ്റേറ്റ് ലെവലിലും ഉണ്ട്. സെൻട്രൽ ലെവലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റും, സ്റ്റേറ്റ് ലെവലിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സും ആയിരിക്കണം എന്നുള്ള കാര്യം ഓർക്കുക. ദെൻ സ്റ്റേറ്റിന് ഒന്നടങ്കം ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കൗൺസിൽ ഉണ്ടായിരിക്കണം. അത് പറഞ്ഞ ഫർദർ താഴേക്ക് പോകുകയാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റുകളിലും ഉണ്ടായിരിക്കണം. ഓരോ ഡിസ്ട്രിക്റ്റുകളിലും ഇത്തരത്തിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ് ഉണ്ടായിരിക്കണം. ആ ഡിസ്ട്രിക്ട് കൗൺസിൽസിനെ ഹെഡ് ചെയ്യുന്ന ആരാണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. ദെൻ ഈ സ്റ്റേറ്റ് കൗൺസിലൊക്കെ തന്നെ ഹെഡ് ചെയ്യുന്ന കറസ്പോണ്ടിങ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും. മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആയിരിക്കും അത് ഹെഡ് ചെയ്യുന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ദെൻ
ഇതിനകത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്ന മീഡിയേഷൻ, അതായത് നമുക്ക് കോടതികളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്ന പരിഹാരികൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് നമ്മൾ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു മീഡിയേഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ഈ പ്രൊഡക്റ്റിന്റെ ലയബിലിറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിന്റെ ലയബിലിറ്റി, അതിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? മാനുഫാക്ചർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല്ലറിനായിരിക്കും held responsible to provide compensation for any damage caused by a defective product or deficient services. ഡെഫിഷ്യൻ്റ് സർവീസസ് മൂലമോ ഡെഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കുന്നതിലൂടെയൊക്കെ വന്നിട്ടുള്ള ലയബിലിറ്റീസ്, കോമ്പൻസേഷൻ കംപ്ലീറ്റ്ലി ആരുടെ മുകളിലാണ് വരാൻ പോകുന്നത്? മാനുഫാക്ചറിൽ സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത വ്യക്തികളുടെ മുകളിലേക്കാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതും ഈ ആക്ടിനകത്ത് കൃത്യമായിട്ടും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദെൻ ഇങ്ങനെ ഒരു ആക്ട് ഒക്കെ വന്നതിലൂടെ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്ത് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇനീഷ്യേറ്റീവ്സ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സും കൂടെ മനസ്സിലേക്ക് വെച്ചേക്കണം. കാരണം അതൊക്കെ ചോദിക്കാം. താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവ്സ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ സച്ചാസ് ഈ പറഞ്ഞ ഗാമ റീസെന്റ് സീൻ യൂസ് ഇസ് കണക്റ്റഡ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനകത്ത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അങ്ങനെ സെലക്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഇൻഗ്രാം എന്ന് പറയുന്ന ഒരു പോർട്ടലാണ്. അത് ഈ പറഞ്ഞ റിഡ്രസൽ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടലാണ്. കൺസ്യൂമേഴ്സിന് പരിഹാരങ്ങൾ, എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു പോർട്ടലാണ് ഇൻഗ്രാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഗാമ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കാം. സോ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട എല്ലാം 5 ടോപ്പിക് കൂടി ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പോർട്ടലുകളൊക്കെ പലപ്പോഴും എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ടാണ് ഇൻഗ്രാം, ദെൻ ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റ്. ഓക്കെ, ഓക്കെ, ഇതിനകത്ത് ഗാമ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇൻഗ്രാം, ഈ ഒരു 2 ടോപ്പിക് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ പോർട്ടൽസ് ആണ്. അത് ഗ്രീവൻസ് റിട്രസലുമായിട്ട് ബന്ധപ്പെട്ട പോർട്ടൽസ് ആണ്. നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ള കാര്യം ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തെ ആർട്ടിക്കിളാണ് എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ആർട്ടിക്കിളാണ്. റൈസിംഗ് ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറയുന്നു. ഡെപ്റ്റ് കൂടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സേവിങ്സ് കുറയും. കാരണം അതിന്റെ ബേസിക് ഫിനോമിന നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു 10,000 രൂപ, 10,000 റുപ്പീസ് വരുമാനം കിട്ടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ 10,000 റുപ്പീസ് വരുമാനം കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനനുസരിച്ച് ചിലവുകൾ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞ പോലെ പല പല സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഒരു 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 4,000 റുപ്പീസ് നിങ്ങൾ മാർക്ക് ചെയ്താൽ ഓക്കെ. അതായത് നമ്മുടെ ചെലവുകളാണ്, എക്സ്പെൻസസ് ആണ്. ബേസിക്കലി എക്സ്പെൻസസ് 4,000 റുപ്പീസ് ഉണ്ട്. സോ ഇപ്പോൾ നോർമലി ഈ എക്സ്പെൻസുകൾ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മുടെ സേവിങ്സ് ആയിട്ട് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ സേവിങ്സ് എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 6,000 റുപ്പീസ് അല്ലേ, 6,000 റുപ്പീസ് നമുക്ക് സേവിങ്സ് പറയാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ടോപ്പിക്കിൽ വന്നിരിക്കുന്നത് എന്താണ്? ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറയുന്നു എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറയുന്നു എന്ന് പറയും, ഇൻകത്തിനകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറയുന്നു എന്ന് പറയുമ്പോഴേക്കും ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എക്സ്പെൻസസ് കൂടുന്നു. ഈ എക്സ്പെൻസസ് 4,000 നിന്നും 5,000-ലേക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ 6,000 ആ റേഞ്ചിലേക്ക് കൂടിക്കൊണ്ടിരിക്കുക. എക്സ്പെൻസസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സേവിങ്സ് 6,000 നിന്നും താഴേക്ക് വരും. 5,000 4,000 ആയിട്ട് അത് താഴേക്ക് പോരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ടോപ്പിക്കിനകത്ത് പറഞ്ഞിരിക്കുന്നുള്ളൂ. റൈസിംഗ് ഡെപ്റ്റ്, ആ ഒരു എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ മെയിൻലി ഈ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള എക്സ്പെൻസസ്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ബാങ്കിൽ ലോൺ അടിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ EMIs അങ്ങനെയുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നത് ജനങ്ങളുടെ ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറയുന്നു, അതിന് കാരണം എക്സ്പെൻസ് കൂടുന്നു എന്ന് പറയുന്നു. ആ എക്സ്പെൻസിനകത്ത് തന്നെ ഏതാണ് കൂടുന്നത്? റൈസിംഗ് ഡെപ്റ്റ് ആണ്. മീൻസ് കടമെടുക്കുന്ന ആളുകൾ കൂടുതൽ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. കടമെടുക്കുന്നത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പലിശകൾ, മീൻസ് കടമെടുക്കുന്നതിന് തീർച്ചയായിട്ടും അതിന് പലിശ എല്ലാം അടച്ചു തീർക്കണമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ എക്സ്പെൻസസ് മെയിൻലി കൂടിക്കൊണ്ടിരിക്കുന്നു. ഇൻട്രസ്റ്റുകൾ, മീൻസ് ബാങ്കിലേക്കൊക്കെയാണല്ലോ അടയ്ക്കുന്ന പലിശകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറഞ്ഞത് എന്നുള്ളതാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ആക്ച്വലി ഇത്രേ ഉള്ളൂ. ബട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പം എന്തുകൊണ്ട് ഇപ്പം എസ്പെഷ്യലി ഈ ഒരു ഫിനോമിന നമ്മൾ കാണുന്നത് ആ ഒരു കോവിഡിന് ശേഷമാണ്, 2019 2020 ശേഷമാണ് ഇങ്ങനെ ഹൗസ് ഹോൾഡ് ഡെപ്റ്റുകൾ വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് സേവിങ്സ് കുറയുന്ന ഒരു ഫിനോമിന നമ്മുടെ രാജ്യത്ത് കണ്ടു തുടങ്ങിയത്. ഇതിനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ റിവഞ്ച് സ്പെൻഡിംഗ് ആണ്. പലപ്പോഴും RBIയുടെ സ്റ്റേറ്റ്മെന്റിൽ പോലും RBI പറഞ്ഞിട്ടുള്ളതാണ് റിവഞ്ച് സ്പെൻഡിംഗ് ആണ് ഇതിന് കാരണം. എന്താണ് റിവഞ്ച് സ്പെൻഡിംഗ് എന്നുള്ളത്? ഒരു ഗ്ലോബൽ ഫിനോമിന ആയിട്ട് തന്നെ പറയാൻ പറ്റുന്നതാണ്. സോ റിവഞ്ച് സ്പെൻഡിംഗ് ഈസ് നോൺ ആസ് റിവഞ്ച് ബൈയിങ് ഈസ് യൂസ് ടു ക്യാരക്ടറൈസ് ദ ഇൻക്രിമെന്റൽ ഇൻക്രീസ് ഇൻ കൺസ്യൂമർ സ്പെൻഡിംഗ് ആഫ്റ്റർ ആൻ അൺപ്രസിഡന്റഡ് അഡ്വേഴ്സ് എക്കണോമിക് ഇവന്റ്. ഒരു അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള എക്കണോമിക് ഇവന്റ് ഉണ്ടായതിനു ശേഷം ആ ഒരു ടൈം പീരിയഡിൽ ആളുകൾക്ക് സാധനം ഒന്നും വാങ്ങാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല, സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ പോയതിന്റെ ഈ പറഞ്ഞ പോലെ വാശി തീർക്കുക എന്നൊക്കെ പറയാറില്ലേ, അങ്ങനെയുള്ള ഒരു റിവഞ്ച് തീർക്കുന്നതായിട്ട് പറയപ്പെടുന്നതാണ് ഈ റിവഞ്ച് സ്പെൻഡിങ്. ഇൻ സിംപിൾ ടേംസിൽ പറയുകയാണെങ്കിൽ റിവഞ്ച് സ്പെൻഡിങ് ഈസ് എ urge ടു സ്പെൻഡ് മണി ടു മേക്ക്
ഫോർ ദ ലോസ്റ്റ് ടൈം. ആ നഷ്ടപ്പെട്ടു പോയ ആ സമയത്ത് അന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിന്റെ എല്ലാം ഇതാക്കുന്നതാണ്, സ്പെൻഡ് ചെയ്യുന്നതാണ് ഈ റിവെഞ്ച് സ്പെൻഡിങ്ങിലൂടെ പരാമർശിക്കുന്നതാണ് പൊതുവിൽ പറയാറുള്ളത്. അപ്പോൾ റിവെഞ്ച് സ്പെൻഡിങ് എന്ന് ഓർത്തിരിക്കണം. എന്താണെന്നുള്ളതൊക്കെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് UPSCക്ക് ചോദിക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഡെപ്റ്റുകളെ കുറിച്ച്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പം ഡെപ്റ്റുകൾ കൂടുന്നതെന്ന് പറഞ്ഞു. ഈ ഡെപ്റ്റുകൾ രണ്ട് രീതിയിലുണ്ട്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കടം എടുത്തിട്ട് അതിനെ കടമെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ഡെപ്റ്റ് എന്ന് പൊതുവിൽ പറയപ്പെടാറുള്ളത്. അത് നമ്മൾ തിരിച്ചടയ്ക്കുമ്പോഴേക്കും ഒബ്വിയസ്ലി ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റും ചേർത്തിട്ട് വേണം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ ഡെപ്റ്റുകളെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്നും നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇത് PYQ-നകത്ത് കൊണ്ടായിരുന്നതാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് വളരെ നല്ലതായിരിക്കും. സിമ്പിൾ ആണ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലൈബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് ഡെപ്റ്റ്. ഈ ഡെപ്റ്റ് രണ്ട് രീതിയിൽ, ഫിനാൻഷ്യൽ ഡെപ്റ്റും നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ്. അത് നമ്മൾ നോക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ ഡെപ്റ്റിനെയാണ്. സോ ഫിനാൻഷ്യൽ ഡെപ്റ്റ് റെഫേഴ്സ് ടു ബോറോയിങ് ഓഫ് മണി ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് ബാങ്ക്സ്, ബോണ്ട് ഹോൾഡേഴ്സ് വിത്ത് എയിം ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ടു ഫിനാൻസ് ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ കടം മേടിക്കുന്നത് മറ്റ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടം മേടിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ്. അതായത് ഇപ്പോൾ സപ്പോസ് ഞാനൊരു സ്ഥാപനം നടത്തുകയെന്ന് വിചാരിക്കുക. ഓക്കെ, എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തുകയാണ്. ഈ കമ്പനിയിൽ നിന്ന് ഞാൻ സർട്ടൺ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചു, ഐ മീൻ നമ്മൾ കടമെടുക്കാനുള്ള മാർഗ്ഗങ്ങളൊന്നും ഉപയോഗിച്ചു, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് കടം മേടിക്കുകയാണ്. ഞാൻ എന്തിനാണ് കടം മേടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ആ കടം ഞാൻ മേടിച്ചിട്ട് അത് നാട്ടിൽ മറ്റു പല ആൾക്കാർക്ക് ഞാൻ ലോൺ കൊടുക്കാനായിട്ട്, ഐ മീൻ ഞാൻ എന്തിനാണ് ഇവിടെ കടമെടുത്തിരിക്കുന്നത്, ഞാൻ കടമെടുത്തത് ഒരു ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കടമെടുക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള കടത്തിന് നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ്. ഒന്നുകൂടെ പറയാം, നമ്മൾ കടം എടുക്കുന്നുണ്ടെങ്കിൽ ആ കടം മറ്റ് ഫിനാൻഷ്യൽ, വീണ്ടും ആ കടം എടുക്കുന്ന ആ പൈസ ഉപയോഗിച്ച് നമ്മളൊരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴേക്കും കടം കൊടുക്കുക എന്നൊക്കെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ എടുത്ത കടത്തിന് വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഡെപ്റ്റുകൾ. സോ ഇവിടെ നോക്കിയും ടു ഫിനാൻസ് ബിസിനസ് ആക്ടിവിറ്റീസ് ഉദ്ദേശിക്കുന്ന ആ ഒരു പോയിന്റ് ആണ്. ഫിനാൻഷ്യൽ ഡെപ്റ്റ് ടിപ്പിക്കലി ഇൻവോൾവ്സ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പൽ. നമ്മൾ പൊതുവിൽ ഈ പറഞ്ഞ പോലെ പലിശയും മുതലും കൂടി ചേർത്തിട്ടായിരിക്കും അത്തരത്തിലുള്ള കടങ്ങൾ അടച്ചു തീർക്കുന്നത്. ഇതിന്റെ എക്സാമ്പിൾസ് ആണ് ലോണുകൾ, ബോണ്ടുകൾ, അതർ ഫോംസ് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ഒക്കെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പോയിന്റ് വെച്ചാൽ മതി, നമ്മൾ കടം മേടിക്കുന്നത് ഈ പറഞ്ഞ പോലെ വീണ്ടും ആർക്കെങ്കിലും കടം കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെന്നെങ്കിലും കടം മേടിക്കുന്നത് അത് വീണ്ടും കടം കൊടുക്കാനായിട്ടല്ല, നമ്മുടെ എന്തെങ്കിലും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാകാം. ഇപ്പം വീട് നിർമ്മിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർ എടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷണൽ ലോണുകളും. അത് നോക്കിയാൽ എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ലോൺ എടുത്തു, ബട്ട് ആ എടുത്ത പൈസ നമ്മൾ വേറെ ആർക്കെങ്കിലും ലോൺ കൊടുക്കാനായിട്ടാണോ? അല്ല, അത് നമ്മുടെ ആ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. സോ അങ്ങനെ നോൺ ഫിനാൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡെപ്റ്റുകളെയാണ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് ബേസിക്കലി വിശേഷിപ്പിക്കുന്നത്. ദീസ് ആർ യൂസ് ടു ഫിനാൻസ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. പൊതുവിൽ ഗുഡ്സും സർവീസസും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കടങ്ങൾ പൊതുവിൽ എടുക്കാറുള്ളത്, നമ്മുടെ കൺസംഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ കമ്പനികൾ ഒരുപാട് എടുക്കണം, അതിനെയാണ് കൊമേഴ്ഷ്യൽ ലോണുകൾ എന്നറിയപ്പെടുന്നത്. കമ്പനികൾ അവരുടെ ബിസിനസ് എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഈ ലോണുകൾ എടുക്കാറുണ്ട്. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പൊതുവിൽ ലോൺ എടുക്കാറുണ്ട്, അത് ഗവൺമെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഗവൺമെന്റ് മറ്റാർക്കും കടം കൊടുക്കാനായിട്ടല്ല അത് എടുക്കുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ്സും ഈ പറഞ്ഞ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ക്രെഡിറ്റ് കാർഡ്സ് ഒരു ലോൺ പോലെയാണല്ലോ ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്ന് പൊതുവിൽ വിശേഷിപ്പിക്കപ്പെടാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്തിരിക്കണം, എന്താണ് ഫിനാൻഷ്യൽ ഡെപ്റ്റ്, എന്താണ് നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ഈ ഒരു അർത്ഥം എടുത്താൽ മതി. കടം മേടിക്കുന്നത് വീണ്ടും കടം കൊടുക്കാനായിട്ടാണെങ്കിൽ അത് ഫിനാൻഷ്യൽ ഡെപ്റ്റ്, അതിനൊന്നും അല്ല എങ്കിൽ അതൊരു എന്താണ് നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ്, നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ആയിട്ട് മാറ്റപ്പെടും. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. റോപ്പ് ഇൻ NDRF ITB ടീം ടു മാനേജ് ചാർധാം ക്രൗഡ് സെന്റർ ടെൽസ് ഉത്തരാഖണ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ള ചാർധാം പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്, ചാർധാം പിൽഗ്രിമേജ് യാത്രയെ കുറിച്ചിട്ടാണ്. സോ ആ ഒരു ചാർധാം യാത്ര ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ടാണ്, ടിൽ നവംബർ വരെ അത് ലീഡ് ചെയ്യും. അപ്പോൾ അവിടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഒരുക്കങ്ങൾ വിലയിരുത്താനായിട്ട് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് മീൻസ് ഹോം മിനിസ്ട്രി ഈ പറഞ്ഞ പോലെ NDRF-നെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിനെയും കൂടെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. സോ ഇനി ഇതിനകത്ത് നമ്മൾ മെയിൻലി നോക്കിയിരിക്കേണ്ട ചാർധാം യാത്ര എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ചാർധാം യാത്ര എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെയാണ്, 4 ഈ പറഞ്ഞ പോലെ ഇടങ്ങൾ, പിൽഗ്രിമേജ് സൈറ്റുകൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഉദ്ദേശം. ഒരു പിൽഗ്രിമേജ് സർക്യൂട്ടാണ്, ഉത്തരാഖണ്ഡിലാണ് നടത്തപ്പെടുന്നത്. ഏതൊക്കെയാണ് 4 ഷ്രൈൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബദ്രിനാഥ്, കേദാർനാഥ്, ഓക്കെ ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി ആൻഡ് യമുനോത്രി, ഈ 4 ഷ്രൈൻസ് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പിൽഗ്രിമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇതിനകത്ത് നടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കണം ആൾക്കാർ പോകേണ്ടത്. മീൻസ് യമുനോത്രിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്, ആ ഒരു ഡയറക്ഷനിലാണ് ഇതിനകത്ത് ഈ ഒരു ചാർധാം യാത്ര നടത്തേണ്ടത്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, 4 ഷ്രൈൻസ് ആണ്, ബദ്രിനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി. അതിനകത്ത് ഡയറക്ഷൻ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം, സ്റ്റാർട്ടിങ് ഫ്രം യമുനോത്രിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗംഗോത്രി, കേദാർനാഥ് ആൻഡ് ബദ്രിനാഥ്, ഈ
രീതിയിലാണ് അതിൻ്റെ യാത്ര കൃത്യമായിട്ടും പോകേണ്ടത്. ദെൻ ഇതിൻ്റെ റിലീജിയസ് സിഗ്നിഫിക്കൻസ്, മിത്തോളജിക്കൽ ഇമ്പോർട്ടൻസ് ഇൻ ഹിന്ദുസിനെ കുറിച്ചിട്ട് ഈ ഒരു യാത്രയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. വൺ അറ്റൈൻ സാൽവേഷൻ, സ്പിരിച്വൽ സാൽവേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര നടത്തുന്നത് എന്നുള്ളതൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷെ എന്തായാലും ഇത് ഉത്തരാഖണ്ഡിൽ നടത്തുന്നു. ആ 4 ഷ്രൈൻസ് ഓർത്തിരിക്കണം: യമുനോത്രി, ഗംഗോത്രി, കേദാർനാഥ്, ബദ്രിനാഥ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു പോയിന്റ് കൂടെ ഓർത്ത് വെച്ചേക്കാം. അത്രേ ഉള്ളൂ, ചെറിയൊരു ടോപ്പിക്കാണ് പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആയിട്ട്. ഇതാ ഒരു ഗംഗോത്രി 4 സൈറ്റുകളുടെ മാപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഇത് ഇന്നത്തെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസ് MCQ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ എക്കണോമി, നോൺ ഫിനാൻഷ്യൽ ഡെപ്റ്റ് ഇൻക്ലൂഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓക്കെ, ഇതൊരു PYക്കും കൂടിയാണ്. അപ്പോൾ ഇത് 3 കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ്? ഓപ്ഷൻ A, B, C, D നിങ്ങൾക്ക് ചൂസ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നുകൂടെ ജസ്റ്റ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്